ശ്രീ എം കെ ഹരിദാസ്, തരൂർ ഉന്നം വയ്ക്കുന്നത് എന്ത്? പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമായിട്ട് തരൂർ മാറിയിട്ട് കുറച്ചു കാലങ്ങളായി. നമുക്കറിയാം, 1 വർഷം മുമ്പ് അദ്ദേഹം ഒരു കേരള പര്യടനം നടത്തുകയും അതിന് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയൊന്നും കിട്ടാത്തൊരു സാഹചര്യം വരികയും മുസ്ലിം ലീഗ് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അതുമാതിരി തന്നെ സ്വീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ തരൂര് ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വയം ഒരു മുഖ്യമന്ത്രി കുപ്പായം അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ സ്വയം ഒരു മുഖ്യമന്ത്രി കുപ്പായത്തിന് അളവെടുത്ത് വെച്ചു എന്നുള്ളൊരു സംശയം അന്ന് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ തരൂരുമായിട്ട് മുൻപോട്ട് പോകുമ്പോ ഇവിടെ ഇപ്പൊ തന്നെ സുധാകരൻ, രമേശ് ചെന്നിത്തല, അതുമാതിരി തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ മൂവർ സംഘം ആരാവണം പ്രധാന മുഖ്യമന്ത്രി എന്ന കാര്യത്തിലുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 4ാമത് ഒരു വാല ഇളകാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ബോധം തരൂരിന് ഉണ്ടാവാതെ പോയി എന്നുള്ളത്. വിശ്വപൗരനാണെന്നും അദ്ദേഹം ലോകത്തെ അറിഞ്ഞിട്ടുള്ള ഒരാളും കേരളത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കേരള രാഷ്ട്രീയത്തിലെ അന്തർധാരകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കോൺഗ്രസിലെ അന്തർധാരകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ സാധിക്കാതെ പോയതിന്റെ പ്രതിഫലനമാണ് എനിക്ക് കോൺഗ്രസ് ഭവനിൽ ഒരു റൂം തന്നില്ല, അല്ലെങ്കിൽ കസാല തന്നില്ല, വേണ്ടത്ര പ്രാതിനിധ്യം എനിക്ക് പാർലമെന്റിൽ ലഭിക്കുന്നില്ല തുടങ്ങിയ അദ്ദേഹത്തിന്റെ നമ്മൾ പറയില്ലേ പരാതികൾക്കൊക്കെ ഉള്ള അടിസ്ഥാന ഘടകം എന്താണ് കേരളത്തിലെ കോൺഗ്രസ് എന്നുള്ളത് 10-20 കൊല്ലമായിട്ട് കോൺഗ്രസിൽ കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. അപ്പോ അദ്ദേഹം വിശ്വപൗരനാണ്, വിശ്വനായരാണ് എന്നൊക്കെ പദവികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സമുദായ സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ VD സതീശൻ, അതുമാതിരി തന്നെ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ ആ ത്രയംബകത്തെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടി എന്ന് ഭാഗികമായി പൊട്ടിയൊലിക്കുന്നതിന്റെ ഒരു ഇതാണ് അദ്ദേഹം ആ ഫേസ്ബുക്കിൽ കുറിക്കാനുണ്ടായ കാരണം. പ്രതിപക്ഷത്തിരിക്കുന്നവരാരായിരുന്നാലും ഭരണപക്ഷം എന്ത് നല്ലത് ചെയ്താലും, ഇപ്പോ ഇന്ന് എനിക്ക് വളരെ തമാശ തോന്നിയത് കൃഷ്ണരാജ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുകളാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് എന്താണ്, എതിർപ്പ് നാടിനോടാകരുത് എന്ന് അദ്ദേഹം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കൊല്ലം മുമ്പ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രം ഇത്തരത്തിലൊരു ബോധം വന്നിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരളം നമ്മുടെ മറ്റ് 29 സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നിലാവേണ്ട ഒരു അവസ്ഥയിലേക്കായിരുന്നു. എതിർപ്പ് നാടിനോടാകരുത്, എതിർപ്പ് രാഷ്ട്രീയത്തോടാകാം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം സംസാരിച്ചതെങ്കിൽ എതിർപ്പ് നാടിനോട് മാത്രമായിട്ട് ഏത് അച്യുതാനന്ദൻ ഭരിച്ച 5 വർഷത്തിൽ പോലും അദ്ദേഹത്തെ അനങ്ങാൻ ഈ പിണറായി വിജയനും ഗ്രൂപ്പും സമ്മതിച്ചിട്ടില്ല. കേവലം ഒരു മുഖ്യമന്ത്രി, ഡെമ്മി മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുക മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ. ആ 5 വർഷം പോലും കേരളത്തിലെ ഒരു വികസനവും നടക്കാതെ ഒരു മുരടിപ്പ് വന്ന അവസ്ഥയിലേക്ക് 5 വർഷം കൊണ്ടുചെന്ന് എത്തിച്ചു. ഉമ്മൻചാണ്ടിയുടെ 2 ഭരണകാലത്തും അതെ, ഒരു വാട്ടർ ടാങ്ക് പണിയാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞാൽ പോലും അതിലെ രാഷ്ട്രീയം കൊണ്ടുവന്ന് അങ്ങേയറ്റം എതിർത്തിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് ഇത്തരത്തിലൊരു തമാശ പറയുന്നത്, എതിർപ്പ് നാടിനോടാകരുത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിന്ത ആദ്യം വേണ്ടിയിരുന്നത് CPM-നും CPM-ന്റെ എക്കാലത്തെ നേതാവുമായ പിണറായി വിജയനും ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്നത്തെ ഇത്തരത്തിലൊരു അവസ്ഥ വരില്ല. ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ നമുക്ക് പലതിനെ കുറിച്ച് ചിന്തിക്കുന്നതെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ചുമതല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ് മൂക്കിന്റെ താഴെ വന്ന് നിൽക്കുകയാണ്. ഒരു കൃത്യം 14 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത്തരം ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ശശി തരൂരിനെ പോലെ വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവുമുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ ആയാലും സംസ്ഥാന സർക്കാരിനെ ആയാലും പുകഴ്ത്തിയത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമായി പോയി. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 2 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ എന്നുള്ള എന്താണ് അദ്ദേഹം അതിൽ അർത്ഥമാക്കുന്നത്? ഇവിടെ 2 മിനിറ്റ് 2 കൊല്ലം കൊണ്ട് തന്റെ ഒരു കൺവെൻഷൻ സെന്ററിന് അനുമതി കിട്ടാതെ ഒരു NRI വ്യവസായി തൂങ്ങി മരിച്ച സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു വാഗ്ദോരണി അദ്ദേഹം നടത്താനുണ്ടായ സാഹചര്യം എന്താണ്? വൈക്കത്ത് 25 കോടി രൂപ മുടക്കിയിട്ടുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി റോട്ടിൽ കിടന്നിട്ട് ഉരുളേണ്ട അവസ്ഥ വന്നിട്ടുള്ള ഈ സംസ്ഥാനത്ത് 2 മിനിറ്റ് കൊണ്ടൊരു വ്യവസായം തുടങ്ങാമെന്നുള്ള നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഉദ്ധരിക്കുമ്പോൾ MK ഹരിദാസിന് ഇത്തരത്തിലുള്ള വിടുവായ
വിടുവായത്തങ്ങൾ പറയാം. പക്ഷെ ശശി തരൂർ അത് പറഞ്ഞത് ശരിയാണോ എന്ന് ആലോചിക്കണം. പറവൂരിൽ ഒരു ഫുഡ് പ്രോസസിംഗ് സെന്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിന്റെയും പഞ്ചായത്ത് ഓഫീസുകളുടെയും കൃത്യമായ രേഖകൾ കിട്ടാത്തത് കൊണ്ട് 1.25 കൊല്ലമായിട്ട് അവിടുത്തെ ഉപകരണങ്ങൾ തുരുമ്പ് പിടിച്ച കാര്യം നിങ്ങൾ ചാനലുകളൊക്കെ തന്നെയാണ് പ്രക്ഷേപണം ചെയ്തതും അച്ചടി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതും. എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉദാഹരണങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് 2 മിനിറ്റില് നമുക്ക് ഇവിടെ ഒരു ചായക്കട തുടങ്ങാൻ പറ്റുമോ? ഒരു ചായക്കട പോയിട്ട് ഒരു പെട്ടിക്കട തുടങ്ങാൻ പറ്റുമോ? ഒന്നും തുടങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ 2 മിനിറ്റ് കൊണ്ട് കേരളത്തില് ഒരു വ്യവസായം തുടങ്ങാവുന്ന അവസ്ഥ സംജാതമായിട്ടുണ്ടെങ്കിൽ അത് അഭിനന്ദനാർഹമായ നേട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു വിടുവായത്വം അങ്ങേയറ്റം മോശമായിട്ട് നമ്മൾ പറയില്ലേ, ഒരു തേർഡ് റേറ്റ് കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം എത്തിയെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ഒരു MP എന്ന നിലയ്ക്ക് ഒന്നും അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.